ഞാൻ എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയറാണ്. പക്ഷേ ഞാനൊരു ഹെയർ മാസ്ക് ഇട്ടായിരുന്നു. എനിക്ക് കൊളാബ് കിട്ടിയതാണ്. പക്ഷേ ഞാൻ ഇത് കൊളാബ് വീഡിയോ എന്നല്ല. പക്ഷെ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എന്നെപ്പോലെ ബുദ്ധിമുട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണം. എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഡ്രൈ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഡ്രൈ ഹെയറാണ്. കാര്യം ഞാൻ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എൻ്റെ ഭയങ്കര കേളി ഹെയർ ആയിരുന്നു. അത് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചറൊക്കെ മാറി ഞാൻ സ്മൂത്തൻ ചെയ്ത് അങ്ങനെ എപ്പോഴും സ്മൂത്തൻ ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ സ്മൂത്തൻ ചെയ്യാറില്ല. ജസ്റ്റ് വീട്ടിൽ ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഇപ്പം എൻ്റെ മുടി നിങ്ങളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ അല്ലാത്ത മുടി നിങ്ങൾ ഇനി കണ്ടിട്ടില്ലെങ്കിലും ഇനി കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ഹെയറാണ്. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഇത് നാട്ടിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ സ്റ്റൈൽ എന്നുള്ള ആപ്പില്ലേ, എനിക്ക് കോഡുണ്ട്, 5% ഓഫ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. നാട്ടിലത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ, കൊറിയൻ പ്രോഡക്റ്റ്സ്. ഇനി നിങ്ങൾക്ക് എൻ്റെ കോഡ് യൂസ് ചെയ്തില്ലെങ്കിലും ഇങ്ങനത്തെ ഇത് നാട്ടിലുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം, ഡ്രൈ ഹെയർ ആണെങ്കിൽ. കാര്യം ഈ ഒരു മാസ്ക് ഞാൻ ഒലാപ്ലെക്സിൻ്റെ ഷാമ്പു യൂസ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് വർക്കായ ഒരു കാര്യമുണ്ട്, വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ദ സെക്കൻഡ് വൺ അതിനേക്കാട്ടും സൂപ്പർ എന്ന് പറയാം. എൻ്റെ മുടി അല്ലെങ്കിൽ ഞാൻ വാരാതെ എൻ്റെ മുടി എനിക്ക് ഇങ്ങനെ ഇടാൻ പറ്റില്ല. അല്ലെങ്കിൽ വാരാതെ അല്ല, സ്ട്രെയിറ്റൺ ചെയ്യാതെ എൻ്റെ മുടി എനിക്ക് ഇങ്ങനെ ഇരിക്കില്ല. എൻ്റെ മുടി ഇരിക്കണം നോക്കിക്കേ. ഞാൻ സ്ട്രെയിറ്റൺ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഹെയർ മാസ്ക് ഞാൻ യൂസ് ചെയ്തതാണ്. ഉണ്ടോ എൻ്റെ മുടി ഇപ്പം ഇങ്ങനെ ഇരിക്കണത്. ഇപ്പം 2 ദിവസമായിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ വയ്യ, അടിപൊളി പ്രോഡക്റ്റാണ്. ഇതും ഞാൻ ഈ ഒരു ഹെയർ മിസ്റ്റും യൂസ് ചെയ്ത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഹെയർ മാസ്ക് ഇട്ടതുകൊണ്ടായിരുന്നു. ഇത് ഞാൻ അത്യാവശ്യം നല്ലോണം എടുത്തിട്ട് ഞാൻ ഇത് തീർന്നാലും ഇത് വാങ്ങിക്കും. ഇത് പ്രോട്ടീൻ പ്ലംബറാണ്. റിപ്പയർ ഹെയർ മാസ്ക് ട്രീറ്റ്മെൻറ്റ് എന്നാണ് കൊടുത്തേക്കുന്നത്. വീവ് ലാമ്പ്. എനിക്കറിയില്ല നാട്ടിൽ അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇത് ഞാൻ സ്റ്റൈൽ കൊറിയ എന്ന് പറഞ്ഞ അവരാണ് എനിക്ക് അയച്ചു തന്നത്. പക്ഷേ നാട്ടിലത് ആ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സ്റ്റൈൽ എന്നൊക്കെ പറയുന്ന കൊറിയൻ ആപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എൻ്റെ കോഡും കാര്യങ്ങളും ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ocean501 കൊടുത്തിട്ടുണ്ട്. ഇനി ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം. ഇതിൻ്റെയൊക്കെ എൻ്റെ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ ഓഫർ കിട്ടും. അത് നാട്ടിലാണ്, ഇന്ത്യയിലാണെങ്കിലും UK നിങ്ങൾ എവിടെയാണെങ്കിലും സ്റ്റൈലിൻ്റെ അവൈലബിൾ ആണെന്ന് അറിയാം. സ്റ്റൈൽ കൊറിയ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെപ്പോലെ ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അത്രയും എനിക്കിഷ്ടമായി ഈ പ്രോഡക്റ്റ്. മസ്റ്റ് ട്രൈ ഇഫ് യുവർ ഹെയർ ഈസ് ഡ്രൈ. പറയാതെ എനിക്കിരിക്കാൻ പറ്റില്ല. കാര്യം അത്രയും ഐ എം സോ ഹാപ്പി ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയതിന്. കാര്യം അത്രയും ബോറാണ് എൻ്റെ ഹെയർ. പക്ഷേ ഇത് അടിപൊളിയാണ്.